ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു സോയ ബിരിയാണി ഉണ്ടാക്കാം. ചിക്കൻ ബിരിയാണിയുടെ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ ഒരു കപ്പ് സോയ എടുക്കുക. അത് നമ്മൾ ചൂടുവെള്ളത്തിൽ, നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. ഒരു 5 മിനിറ്റ്സ് വെക്കുക. നല്ലോണം നമ്മുടെ അത് സോയ നമ്മൾ വെള്ളത്തിൽ നല്ലോണം സബ്മേർജ് ആയിട്ടിരിക്കാൻ നോക്കുക. അത് കഴിഞ്ഞാൽ അത് ഒന്നിച്ചിട്ട് വീർക്കും. അപ്പോൾ അതിൽ നിന്ന് വെള്ളം മൊത്തം കളഞ്ഞ് നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞ്, ചൂടുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞ് അത് വേറൊരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ പാത്രത്തിലേക്കോ എടുക്കാം. ഞാൻ ആദ്യം ഒരു പ്ലേറ്റിലേക്കാണ് എടുത്തത്, പിന്നെ അത് തിരിച്ച് ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ടു കേട്ടോ. കാരണം അതിൽ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മിക്സ് ചെയ്യുന്നത് നമ്മൾ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നമ്മുടെ തൈര് എടുത്തേക്കാണ്. ഇച്ചിരി കട്ടയായിട്ടുള്ള തൈരാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് നീക്കി വെക്കുക. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം ആ മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഒരു 1.5 കപ്പ് റൈസാണ് ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലോണം 3-4 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതും ഒരു 10 മിനിറ്റ്, ഇത് രണ്ടും ഒരു 10 മിനിറ്റ് സൈഡിലേക്ക് വെക്കുക. ആ നേരം കൊണ്ട് 2 സബോള നീളത്തിൽ അരിഞ്ഞ് വയ്ക്കുക. പിന്നെ 2 ടൊമാറ്റോ വേണം, അതും അരിഞ്ഞ് വയ്ക്കുക. പിന്നെ ഗ്രീൻ ചില്ലീസ് ഞാൻ നടുക്കിന്ന് സ്ലിറ്റ് ചെയ്തിട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് 1 ടീസ്പൂണത്തോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ ക്രഷ് ചെയ്തിട്ടൊക്കെ വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് മസാലകളാണ് വേണ്ടത്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കുക്കറാണ്, ഡയറക്റ്റഡ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ ജസ്റ്റ് അതിലേക്ക് ഡയറക്റ്റായിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നമ്മുടെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ മസാല ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സബോള ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും അതിലേക്ക് ഇടുന്നുണ്ട്, ചില്ലീസും ഇടുന്നുണ്ട്. അതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് സബോളയുടെ കളർ ഒന്ന് ഇച്ചിരി ഒന്ന് ചേഞ്ച് ആയി വന്ന് ട്രാൻസ്ലൂസൻ്റ് ആയി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സബോള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് അതിലേക്കൊരു ഇച്ചിരി ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇല്ലെങ്കിലും സ്കിപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇച്ചിരി പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി ഒരു ടീസ്പൂണും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡറും ഇട്ട് കൊടുക്കുക നന്നായിട്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് നമ്മുടെ മസാല ആവണം. അതുകൂടാണ്ട് തന്നെ നമ്മൾ ഓയിൽ നമ്മുടെ ഈ മസാലയിൽ നിന്ന് റിലീസായി വരുന്ന വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ടൊമാറ്റോസ് ഉണ്ടല്ലോ അതൊന്ന് നന്നായി മാഷ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം അലിഞ്ഞു പോയാലാണ് നമുക്ക് ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് സൂപ്പറായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സോയ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ മസാലയൊക്കെ അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഈ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തും കുറച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സോയയിൽ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾക്ക് ഇച്ചിരി കൂടി നിൽക്കണം. വേറെ എന്തെങ്കിലും മസാലയിൽ കുറവുണ്ടെന്ന് തോന്നുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്കതും കുറവുണ്ടാവില്ല, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ. ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് കുറച്ച് കുറവാന്ന് തോന്നി, അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി വെള്ളം ഇല്ലാണ്ട് നല്ലോണം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. 1.5 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ പാത്രത്തിൽ തന്നെ, നമ്മൾ സോയ മിക്സ് ചെയ്ത് വെച്ച പാത്രത്തിൽ മസാല ഉണ്ടാവുമല്ലോ അതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ആ മസാല തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു റൈസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെക്കുക. എന്നിട്ട് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്ന വരെ ഒന്ന് കുക്കർ അടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുക്കർ ഓഫ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കുക്കർ ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓപ്പൺ ചെയ്ത വശം കുക്കർ കാലിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആഫ്റ്റർ ഷോട്ട് എടുക്കാൻ മറന്നു, എല്ലാവരും കഴിച്ച് ചെയ്തിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.